നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു വഴുതനങ്ങ പൊള്ളിച്ചത് അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ പുരട്ടി വെക്കുക. വേണമെങ്കിൽ ഒരു മണത്തിനൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ പുരട്ടി വെച്ച ശേഷം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഈ ശരിക്കും ഒരു 5 മിനിറ്റ്സത്തെ ഒരു വേവേ ഉള്ളൂ ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ വഴുതനങ്ങ ഇട്ട് ജസ്റ്റ് അറിയാമല്ലോ, വഴുതനങ്ങയൊക്കെ പെട്ടെന്നാണ് വാടുന്നത്. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. ശരിക്കും വഴുതനങ്ങ പൊതുവേ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത്. മെഴുക്കുരുട്ടിയാണെങ്കിലും ഞാൻ കൂട്ടും കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ ഇതെടുക്കുക. പെട്ടെന്ന് തന്നെ വാടും. ആ സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ നല്ലപോലെ കുറുക്കിയെടുക്കുക. വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലേക്ക് ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ വഴുതനങ്ങ പൊള്ളിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വഴുതനങ്ങ മറ്റേ നീളത്തിലെ വഴുതനങ്ങയാണ് ഇത് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ. അടിപൊളി കറിയാണ്. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാനായിട്ട് നല്ല സൂപ്പർ കറിയാണ്. ടാറ്റാ, ബൈ ബൈ.